അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമായി. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. മൻ സാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കുവാൻ ആ നോമ്പ് പര്യാപ്തമാണ്. നോമ്പെന്നുള്ളത് കേവലം പട്ടിണിയല്ല, അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാകരുത്. നമ്മളുടെ നോമ്പ് രോഗങ്ങൾ മാറുവാൻ വേണ്ടിയാകരുത്. നേരെ മറിച്ച് രണ്ട് നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാകുന്നത്. ഒന്ന് ഈമാനൻ, മറ്റൊന്ന് ഇഹ്തിസാബൻ. നോമ്പെടുക്കുന്നത് ഒന്ന് വിശ്വാസത്തോടു കൂടിയാകണം, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടുമാകണം. എങ്കിലാണ് നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായ, പാപങ്ങൾ പൊറുക്കുവാൻ പര്യാപ്തമായ നോമ്പായി മാറുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.